നമസ്കാരം കാവ്യ. കാവ്യ, ഇപ്പോൾ ഓണക്കാലമാണ്. പക്ഷേ സാധാരണ ആളുകൾ പറയുന്നത് തിരക്ക് കൂടുന്തോറും നമ്മുടെ മനസ്സിൽ നിന്നും ഓണത്തിൻ്റെ ആ ഒരു മധുരം കുറഞ്ഞു വരുന്നു എന്നാണ്. എനിക്കും അത് ശരിയെന്നാണ് തോന്നുന്നത്. കാരണം എനിക്കിപ്പോൾ ഒരുപാട് വർഷത്തെ ഓണം അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. എങ്കിലും എൻ്റെ ഒരു നീലേശ്വരം നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോഴുള്ളൊരു ഓണവും ഇപ്പോൾ എറണാകുളത്തേക്ക് താമസം മാറിയതിന് ശേഷമുള്ള ഓണവും വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ ശരിക്കും ഇന്ന് ഓണമാണല്ലോ അങ്ങനൊരു ഇതായി മാറിയിരിക്കണം. മറ്റേത് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിങ്ങം തുടങ്ങുമ്പോഴേ നമുക്കൊരു ആകാംക്ഷയാണ്, അല്ലെങ്കിൽ ഒരു ഉത്സവം പോലെയൊക്കെയാണ്. പ്രത്യേകമായിട്ടൊന്നും അങ്ങോട്ടൊരു ഈ തെക്കോട്ടുള്ളതുപോലെ പ്രത്യേകതകൾ അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. വടക്കോട്ട് അത്ര ഭയങ്കരമായിട്ടുള്ളൊരു ആഘോഷമൊന്നും അല്ല ഓണം. എങ്കിലും നമുക്കൊരു സന്തോഷം, മനസ്സിനൊരു സന്തോഷം, ഈ പൂക്കൾ പറിക്കാൻ പോകുമ്പോഴുള്ളൊരു സന്തോഷം, അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ സെറ്റിലായിരിക്കും ഓണം. അപ്പോൾ ഓണമായതുകൊണ്ട് അന്ന് ഷൂട്ടിംഗ് ഇല്ലാതിരിക്കുകയൊന്നും ചെയ്യുമൊന്നുമില്ല. എല്ലാവരും കൂടി ഒരു ഓണസദ്യ ഉണ്ടെന്നല്ലാതെ അല്ലാതൊന്നും പ്രത്യേകത ഒന്നും ഇപ്പോൾ തോന്നാറില്ല. സാധാരണ ആളുകൾ പറയുന്നത് പ്രായമേറും തോറും അല്ലെങ്കിൽ തിരക്ക് കൂടുന്തോറും ഓണത്തിൻ്റെ മധുരിമ നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടമാകുന്നു എന്നാണ്. എന്താണ് ഇതിനെക്കുറിച്ച് കാവ്യയ്ക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പറയാനുള്ളത്? അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കും തോന്നുന്നത്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ തന്നെ നീലേശ്വരത്ത് താമസിച്ചിരുന്ന കാലത്തുള്ളൊരു ഓണവും അവിടുന്ന് എറണാകുളത്തേക്ക് മാറിയതിന് ശേഷമുള്ള ഓണവും ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ എറണാകുളത്ത് താമസമായിട്ട് 6 വർഷമായി. ഈ 6 വർഷമായിട്ട് ഞാൻ പൂക്കൾ ഇട്ടിട്ടേ ഇല്ല. എനിക്ക് എറണാകുളത്തേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ഓണം പൂക്കളിടാൻ എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റണില്ലായിരുന്നു. എനിക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി മിറ്റമൊക്കെ നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുമായിരുന്നു. കാരണം അവിടെയാണെങ്കിൽ അത്തം തൊട്ട് ഞങ്ങൾ തുടങ്ങും. ചില വീടുകളിൽ മാത്രമേ ചിങ്ങം തൊട്ടേ ഇട്ട് തുടങ്ങുള്ളൂ. അത്തം തൊട്ട് 10 ദിവസം പൂക്കളിടുക, അതൊന്നും ഇല്ലാത്തൊരു ആഘോഷമായിരുന്നു എറണാകുളത്ത് വന്ന ആദ്യത്തെ ഓണം. പിന്നെ ഇപ്പം എല്ലാം അങ്ങനെ, എല്ലാവരും ഇപ്പോൾ അതിനോട് എല്ലാവരും തിരക്ക് പിടിച്ചിട്ടുള്ള ജീവിതമാണ്. എല്ലാവർക്കും എപ്പോഴാണ് എല്ലാവർക്കും ലീവ് അന്നാണ് എല്ലാവരും. ഇപ്പോൾ ചില ഫ്ലാറ്റുകളിലായാലും ഹൗസിംഗ് കോളനികളിലായാലും ഓണ ദിവസമല്ല അവർ ചിലപ്പോൾ ആഘോഷിക്കുക. എല്ലാവർക്കും എന്നാൽ ലീവ് കിട്ടുക അന്നാണ് അവർ ഓണം ആഘോഷിക്കുക. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ ചിലപ്പോൾ പറ്റിയിട്ടുണ്ട്. ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി ഇന്നാട്ടോ വരണം കേട്ടോ ഒക്കെ പറഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടോളോ. അപ്പോൾ എന്താ നമുക്ക് തോന്നുക, ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഘോഷം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാവ്യ മാധവൻ എന്നുള്ള നടിയെ ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ കടന്നു വരുന്നൊരു രൂപം ഒരു ശാലീനത്വമുള്ള മുഖമാണ്, അല്ലെങ്കിൽ ഒരു ശാലീന സുന്ദരിയാണ്. എന്താണ് കാവ്യ അങ്ങനെ ഈ പഴയ ആ ഗ്രാമം, നീലേശ്വരം എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും അതിൻ്റെ ഭംഗിയൊക്കെയാണോ ഇങ്ങനെ ഒരു ശാലീനത കാവ്യയ്ക്ക് ഉണ്ടാക്കി തീർത്തത്? ഗ്രാമം എന്ന് വെച്ചൊരു ഇപ്പോൾ ഒരു പക്ക ഒരു ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല. നീലേശ്വരം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടൗണാണ് ശരിക്കും. പക്ഷെ കുറച്ച് ഉള്ളിലോട്ട് പോയാൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറയണ പോലെയുള്ള ഗ്രാമങ്ങൾ, പിന്നെ കുന്നുകളായിട്ടുള്ള സ്ഥലങ്ങൾ, കുറച്ച് എന്താ പറയുക, കിഴക്കോട്ട് പോയാൽ, നീലേശ്വരത്ത് നിന്ന് കിഴക്കോട്ട് പോയാൽ കംപ്ലീറ്റ് ഇങ്ങനെ ഈ കുന്നുകൾ ആയിട്ടുള്ള ഏരിയകൾ. കുറച്ചും കൂടെ അകത്തോട്ട് ഈ വയലും അങ്ങനത്തെ എല്ലാം ഉണ്ട്, എല്ലാതരം ഇതുണ്ട്. ഞാൻ പറയണ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഞങ്ങളുടെ അങ്ങോട്ട് ഈ തെക്കോട്ടുള്ളത് പോലുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല സാധാരണ. ഓണത്തിന് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയണത് ഈ പൂക്കളിടുക, സദ്യ ഉണ്ടാക്കുക, അല്ലാതെ ഇങ്ങോട്ടുള്ള പോലെ ഈ പുലിക്കളി അങ്ങനത്തെ ഒക്കെ അതൊന്നും ഇല്ല. ഞാനൊക്കെ പുലിക്കളിയൊക്കെ കണ്ടിരിക്കുന്നത് ടി വിയിലും, പിന്നെ ഈ ഓണാഘോഷ പരിപാടി ചാനലിൽ ഈ ന്യൂസിലൊക്കെ കാണിക്കില്ല, അങ്ങനെയൊക്കെ സിനിമയിലൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല നേരിട്ട് എൻ്റെ നാട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഊഞ്ഞാലാട്ടിൽ കളി അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. സാധാരണ ക്ലബ്ബുകളൊക്കെ തമ്മിൽ ഇങ്ങനെ ഓരോരോ മത്സരങ്ങളൊക്കെ വയ്ക്കും, പൂക്കള മത്സരം, പിന്നെ എന്താണ് അങ്ങനെ ഓരോന്നൊക്കെ, വള്ളംകളി മത്സരം, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് കൊച്ചു പെൺകുട്ടികൾ പട്ടുടുപ്പണിഞ്ഞ് ഓണപ്പൂവും തേടി പാട്ടുംപാടി നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ കാവ്യയെ സംബന്ധിച്ചിടത്തോളം കാവ്യയുടെ അത്തരത്തിലുള്ളൊരു ചിത്രം മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അഴകിയ രാവണൻ എന്ന സിനിമയിൽ അതുപോലെ ഒരു വേഷമുണ്ട്. എങ്ങനെയാണ് ഈ വേഷം, ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാവ്യയുടെ വേഷം അതായിരിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യാനുണ്ടായ സാഹചര്യം? എനിക്ക് വ്യക്തമായിട്ടും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓർമ്മയൊന്നുമില്ല. ഞാൻ 5ാം ക്ലാസ് കഴിഞ്ഞോട്ടനെ എന്താണ് ചെയ്തത്. തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിൽ ബാലതാരമായിട്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കാവ്യ എന്ന് പറഞ്ഞ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് ആ സിനിമയിലൂടെ തന്നെയാണ്. പ്രത്യേകിച്ചിട്ട് അതിലത്തെ പാട്ടുകൾ. ഞാൻ അത് കഴിഞ്ഞിട്ട് നായികയായിട്ട് വന്നതിന് ശേഷവും ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ കഴിഞ്ഞിട്ടും എനിക്ക് വരുന്ന മിക്ക കത്തുകളിലും
ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പ്രത്യേകിച്ചിട്ട് അതിൽ ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു സീൻ. അങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, ആ ഒരു പാട്ടിനെ കുറിച്ച് തന്നെയായിരുന്നു കുറേ നാൾ എനിക്ക് വരുന്ന കത്തുകളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാവ്യ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മീശമാധവൻ, സദാനന്ദൻ്റെ സമയം, പെരുമഴക്കാലം. ഇതിൽ ഏത് വേഷങ്ങളോടാണ് കൂടുതൽ കാവ്യയ്ക്കൊരു ഒരു 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 മമത അല്ലെങ്കിൽ ഒരു താല്പര്യം, ഒരു സ്നേഹം തോന്നിയത്? അത് എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ 3 കഥാപാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഒരെണ്ണത്തിനെ പോലും ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കഥാപാത്രങ്ങളോട് ഇഷ്ടം ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ, എന്തിനായിരുന്നു ഞാൻ ചെയ്യുന്നതൊക്കെ തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയണത് ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ രാധ. കാരണം അതായിരുന്നല്ലോ ഇതിനൊക്കെ തുടക്കം, അതായിരുന്നല്ലോ. അതുകൊണ്ടായിരുന്നിരിക്കും ആദ്യത്തേതിനോട് എപ്പോഴും ഒരു താല്പര്യം കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ രാധയെക്കാളും അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതിനോട് എപ്പോഴും ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ്. ഒക്കെ ഇപ്പോൾ ഊമപ്പെണ്ണിലെ കഥാപാത്രം, പെരുമഴക്ക, എല്ലാം എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു ഊമപ്പെണ്ണ് തൊട്ടിട്ടാണ് എനിക്ക് കുറച്ചൊരു അഭിനയിക്കാൻ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ കിട്ടിത്തുടങ്ങിയത് ഊമപ്പെണ്ണിന് ശേഷമാണ്. പിന്നെ അങ്ങോട്ട് മിടിരണ്ടിലും ഗൗരി ശങ്കരൻ, സദാനന്ദൻ്റെ സമയം, അങ്ങനെ ഇപ്പോൾ പെരുമഴക്കാലം ഒക്കെ നല്ല കഥാപാത്രങ്ങൾ കിട്ടി കുറേ, ശീലാപതി അങ്ങനെ.